ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 11-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാളത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ആദ്യത്തെ അറിയിപ്പ് എന്നുള്ളത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അതായത് പല ആളുകളുടെയും പെൻഷൻ ഈ മാസം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും സാക്ഷ്യപത്രം സമർപ്പിക്കാനുള്ള സമയം ഇന്നുമുണ്ടായിരുന്നു. ചില പഞ്ചായത്തുകളൊക്കെ നീട്ടി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും ഈ ഒരു മാസം 15-ന് മുമ്പ് തന്നെ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഈ ഒരു മാസം 15-ന് മുമ്പെങ്കിലും എത്തിക്കണം. ഇനി അതല്ലാതെ നമ്മുടെ പെൻഷൻ തടസ്സപ്പെടാനുള്ള ഒരു സാധ്യത പല ആളുകൾക്കും കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട്. അതായത് സീറോ ബാലൻസ് ഉള്ള ആളിൽ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സീറോ ബാലൻസ് അക്കൗണ്ടിൽ പരമാവധി 4 തവണ മാത്രമാണ് ഇടപാടുകൾ നടത്താൻ കഴിയുക. അല്ലെങ്കിൽ പരമാവധി 50,000 രൂപയുടെ ഇടപാട്. ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെൻഷൻ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ അതിലും കൂടുതൽ ഇടപാടുകൾ നടത്തുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് സീറോ ബാലൻസിൽ നിന്ന് അത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ മിനിമം ബാലൻസ് 1000 രൂപയെങ്കിലും ഈ ഒരു അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടി വരും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾക്കോ അല്ലെങ്കിൽ പരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവരുടെയോ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുടെയോ വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് 50,000 രൂപ ലഭിക്കുന്ന ഒരു സഹായ പദ്ധതിയുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് നൽകുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് www.minorityWelfare.kerala.gov.in എന്ന സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. 50,000 രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു തുക സഹായമാണ് ലഭിക്കാൻ പോകുന്നത്. അതിന് അർഹരായിട്ടുള്ള ആളുകൾ അത് നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, KCBയുടെ സേവനം ഇന്ന് 10 മണി മുതൽ നാളെ 8 മണി വരെ തടസ്സപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാത്രി 10 മണി മുതൽ നാളെ രാത്രി 8 മണി വരെ KCBയുടെ ഓൺലൈൻ സേവനങ്ങൾ നഷ്ടപ്പെടും. ഓൺലൈനായിട്ട് നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന KCBയുടെ സംശയങ്ങൾ തീർക്കാനുള്ള ടോൾ ഫ്രീ നമ്പറായ 1912 വിളിക്കാൻ കഴിയില്ല. ഈ 2 സേവനങ്ങളും ഇന്ന് രാത്രി 10 മണി മുതൽ നാളെ രാത്രി 8 മണി വരെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് KCB അറിയിച്ചിട്ടുണ്ട്. ഇന്നും കോവിഡ് അവലോകന യോഗം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർണായകമായിട്ടുള്ള ചില അറിയിപ്പുകളുണ്ട്. ആദ്യം ഇന്നത്തെ കോവിഡ് കണക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് 25,010 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,51,317 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.35 ആണ്. 23,535 പേർ രോഗമുക്തിയും നേടി. 117 പേർ കൂടി രോഗം ബാധിച്ച് മരിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഒരു ഇളവ് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ WIPR 7% മുകളിലുള്ള വാർഡുകളെല്ലാം ലോക്ക്ഡൗൺ ആയിരുന്നു. അത് 8% ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വാർഡുകൾ തുറക്കുന്നതാണ്. മറ്റു ഇളവുകളെക്കുറിച്ച് അടുത്ത ആഴ്ച ചേരുന്ന അവലോകന യോഗം ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇളവാണ്. അതാണ് ഇനി ഏറ്റവും ആദ്യത്തിൽ വരാൻ സാധ്യതയുള്ള ഇളവ്. അതുപോലെ തന്നെ തിയേറ്ററുകൾ തുറക്കാനുള്ള സാധ്യതയും ഉണ്ട്. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് ഭയപ്പെടേണ്ടാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. സ്കൂൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് ഗൗരവമായ ആലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ വിദഗ്ധരുമായുള്ള ചർച്ച നടന്നു വരികയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണത്. സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ ഒരു അറിയിപ്പാണത്. ഇനി 4-ാം തീയതി മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയാണ്. അതിനു മുൻപ് വാക്സിൻ എത്തിക്കും എന്നാണ്, ഈ വിദ്യാർത്ഥികൾക്ക് വാക്സിൻ എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് ഇത്തരം വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പകുതി വിദ്യാർത്ഥികളെ വെച്ചായിരിക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുക എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചിട്ടുണ്ട്. അതിനിടെ സ്കൂളുകൾ തുറക്കുന്നതിന് വാക്സിനേഷൻ്റെ ആവശ്യമില്ലെന്ന് കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശവും വന്നിട്ടുണ്ട്.
ഇനി പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ സംസ്ഥാനത്ത് വലിയ കച്ചവടം നടന്നിരുന്ന ഒരു പഴമാണ് റംബൂട്ടാൻ. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരുവിധം മിക്ക സ്ഥലങ്ങളിലെല്ലാം റംബൂട്ടാൻ കൃഷി നടക്കുന്നുണ്ട്. കർഷകർക്ക് വലിയ ഗുണകരമായിട്ടുള്ള കച്ചവടവും ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. വലിയ വിലയും കിട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ നിപ്പ വന്നത്. നിപ്പ വന്ന സമയത്ത് പല ആളുകളും പേടിച്ച് ഈ റംബൂട്ടാൻ കഴിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ പഴങ്ങൾ കേടായി പോവുകയാണ്. അതുകൊണ്ട് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് റംബൂട്ടാൻ സ്ഥിരമായി കഴിച്ചാൽ പനി, ജലദോഷം എന്നിവ വരാതെ തടയാൻ കഴിയും. അതുപോലെ ചർമ്മസൗന്ദര്യം സംരക്ഷിക്കാനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഈ ഒരു പഴത്തിന് കഴിവുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തെറ്റിദ്ധാരണ കൊണ്ട് ഇത്രയും ഗുണങ്ങളുള്ള ഒരു പഴം ഒഴിവാക്കരുത് എന്നും വിദഗ്ധർ പറയുന്നു. ഇനി നാളത്തെ റേഷൻ വിതരണത്തെക്കുറിച്ച് നോക്കാം. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വിതരണം തുടങ്ങിയിട്ട് 10 ദിവസമായി. അപ്പോൾ ഇനി 20 ദിവസമാണ് ബാക്കിയുള്ളത്. അതിൽ അവധി ദിവസങ്ങൾ ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ റേഷൻ കടക്കാരുടെ ഒരു സമരം വരാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ വിഹിതങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ തന്നെ ഉടൻ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. റേഷൻ കടക്കാർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്ത കമ്മീഷൻ കുടിശ്ശിക ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല. അവർ ഒരു സമരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം സമരം ഉണ്ടാകുകയാണെങ്കിൽ ആ ദിവസങ്ങൾ കൂടി അവധി ഉണ്ടാകും. ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഒരു നീട്ടി നൽകൽ ഉണ്ടാകുകയില്ല. കാരണം 1-ാം തീയതി തന്നെ ഈ ഒരു മാസത്തെ വിതരണം തുടങ്ങിയതാണ്. അതുകൊണ്ട് അടുത്ത മാസത്തേക്ക് ഈ മാസത്തെ വിഹിതങ്ങൾ നീട്ടി നൽകാനുള്ള സാധ്യതയും ഇല്ല. എല്ലാ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ ഉടൻ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ മറ്റ് അറിയിപ്പുകൾ നോക്കാം. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.